ഞാൻ ജോസഫ്. ലെൻസ് ആൻഡ് മൗസ് എന്ന ചാനലിൽ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഒരു 3-പോൾ കോൺടാക്ടർ എന്താണെന്നും അതിൻ്റെ ഘടനയും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുമാണ്. നമ്മുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒരു തോട്ടം നനയ്ക്കുന്നതിനോ ഒരു മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനോ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുന്നതിനോ അതല്ല വീടിന് പുറത്തുള്ള ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നതിനോ ഒരു ടൈമറുമായി ബന്ധിപ്പിച്ചൊരു കോൺട്രാക്ടർ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നാണ് നാം കാണുന്നത്. ഇതാണ് ഒരു 3-പോൾ കോൺട്രാക്ടർ. ഇതിന് 12 ടെർമിനലുണ്ട്. 1L1, 2T1, 3L2, 4T2, 5L3, 6T3, 13 and 14 നോർമലി ഓപ്പൺഡ്. ഇത് A1, A2 ഈ ടെർമിനലിലാണ് കോയിൽ വോൾട്ടേജ് 230 വോൾട്ട് കൊടുക്കുന്നത്. അത് ഇവിടെയായാലും അതല്ല താഴെ ഈ കാണുന്ന ടെർമിനലായാലും ഒന്ന് തന്നെയാണ്. ഒരു സൈഡിൽ A1ലും മറ്റേ സൈഡിൽ A2വിലും കണക്ട് ചെയ്താലും ഫലമൊന്നു തന്നെ. പക്ഷേ ഒരു സൈഡിൽ A1ലും മറു സൈഡിൽ A1ലും സപ്ലൈ കണക്ട് ചെയ്താൽ അത് ഷോർട്ട് സർക്യൂട്ട് ആകും. അതുപോലെ തന്നെ ഒരു സൈഡിൽ A2വിലും മറു സൈഡിൽ A2വിലും കണക്ട് ചെയ്താലും ഷോർട്ട് സർക്യൂട്ട് ആകും. അത് ഡയഗ്രം കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഇവിടെയുള്ള ഈ ഭാഗം പുറത്തേക്ക് തുറന്ന് ഇതിൻ്റെ ഉൾവശവും അതിൻ്റെ വർക്കിങ്ങും കാണാം. അതിനു മുൻപ് ഈ ഡയഗ്രം ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ. ഇതൊരു പ്ലഞ്ചറാണ്. ഇവിടെയാണ് കോയിൽ സപ്ലൈ കൊടുക്കുന്നത്. A1, A2. A1ൽ സപ്ലൈ കൊടുത്താൽ ഷോർട്ട് സർക്യൂട്ട് ആകുമെന്ന് ഈ ഡയഗ്രത്തിൽ വ്യക്തമാണല്ലോ. ഈ സ്പ്രിംഗ് ആണ് ഈ മെറ്റൽ ഡീമാഗ്നറ്റൈസ് ആകുമ്പോൾ പ്ലഞ്ചറിനെ പുറകോട്ട് തള്ളി സപ്ലൈ ഡിസ്കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രവർത്തനം കാണാം. കോയിൽ സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കോയിലിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയും അതിൻ്റെ നടുവിലായി വെച്ചിരിക്കുന്ന മെറ്റൽ മാഗ്നറ്റൈസ് ചെയ്യുകയും പ്ലഞ്ചർ അതിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കോണ്ടാക്ട് സ്വിച്ചസ് ഓൺ ആകുകയും L1, L2, L3യിൽ നിന്ന് T1, T2, T3യിലേക്ക് വൈദ്യുതി പാസ് ചെയ്യുകയും ഇതിനോട് കണക്ട് ചെയ്തിട്ടുള്ള വൈദ്യുതി ഉപകരണങ്ങൾ ഓൺ ആകുകയും ചെയ്യും. കോയിൽ സപ്ലൈ ഓഫ് ആകുമ്പോൾ വൈദ്യുതി ഉപകരണങ്ങളിലേക്കുള്ള വൈദ്യുതി ഡിസ്കണക്റ്റ് ആകുകയും ഓഫ് ആകുകയും ചെയ്യും. ഇനി കോയിൽ സപ്ലൈ ഒരു ടൈമർ വഴി കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ പ്രസൻസ് കൂടാതെ തന്നെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇനി ഉള്ളിലെ ഭാഗങ്ങൾ കാണാം. ഈ 2 സ്ക്രൂ ഊരി മാറ്റിയാൽ കോണ്ടാക്ട്സ് കാണാം. ഈ പ്ലഞ്ചർ ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കോണ്ടാക്ട്സ് തമ്മിൽ ചേരുന്നു. പ്ലഞ്ചർ പുറത്തേക്ക് വരുമ്പോൾ ഡിസ്കണക്റ്റ് ആകുന്നു. ഇതാണ് കോയിൽ. ഇവിടെയാണ് സപ്ലൈ കൊടുക്കുന്നത്. ഇതാണ് കോയിലിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ മാഗ്നറ്റൈസ് ആകുന്ന മെറ്റൽ പീസ്. ഈ സ്പ്രിംഗ് ആണ് കോണ്ടാക്റ്റിനെ മുൻപോട്ട് തള്ളുന്നത്. അതായത് ഈ കോയിലിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇത് മാഗ്നറ്റ് ആകുകയും ഈ പ്ലഞ്ചറിനെ ഉള്ളിലേക്ക് വലിക്കുകയും വൈദ്യുതി വിച്ഛേദിക്കപ്പെടുമ്പോൾ സ്പ്രിങ് എതിർദിശയിൽ തള്ളുകയും ചെയ്യും. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇവിടെയുണ്ട്. 415 വോൾട്ട്, 18 ആംപിയർ, 9.3 കിലോവാട്ട്. കോൺട്രാക്ടർ ഒരു MCBയും ടൈമറുമായി കണക്ട് ചെയ്തിരിക്കുന്ന വയറിംഗ് ഡയഗ്രാം കൂടി കാണാം. Thank you for watching this video. Subscribe and comment. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.